ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കടൻ്റെ തിണ്ണമ്മയിലൊക്കെ കള്ളുടിച്ച് വെള്ളമടിച്ചിട്ടൊക്കെ ബോധമില്ലാതെ കിടക്കുന്ന ആളുകളെ കാണാറുണ്ടായിരുന്നു. ചിലപ്പോൾ വീണ് കിടന്നിട്ട് എണീക്കാൻ കഴിയാതെ കിടക്കുന്ന രൂപത്തിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അങ്ങനെ കിടക്കുന്ന കുറേ കാണലുണ്ടായിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനത്തെ കാണാത്തതുകൊണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ എണ്ണം കുറഞ്ഞു എന്നുള്ളത്. പക്ഷെ നമ്മൾ മുന്നത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള ആളുകൾ വളരെ അധികം ആളുകളാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒരുവിധം ഒരു 50-40% ആളുകൾ ഇതിന് അഡിക്റ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ഈ MDM അതുപോലെ തന്നെ കഞ്ചാവ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിത് കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളമടിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് അടിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത്. പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവർ വെള്ളമടിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ പത്ത് തലമുറ വെള്ളമടിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടൂറൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് അവരിത് യൂസ് ചെയ്തിട്ട് അവർ ഹാങ് ഓവർ തീരുന്നവരെ അവിടെ നിൽക്കണം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇനി ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞു പോയാൽ നമ്മുടെ നാട്ടിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരെ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ആളുകൾ ഇപ്പോൾ ഇങ്ങനത്തെ MDM ആയാലും മറ്റു സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ MDM കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ആൾക്കാരെ കണ്ടറിയാം. അവരെ ഒന്നെങ്കിൽ ഉറക്കമുണ്ടാവില്ല, അതുപോലത്തെ കുറേ സൂചനകൾ അവർ തരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യണ്ടോ എന്ന് നമ്മൾ പാരൻസാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളുമായിട്ട് ടൂർ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാൾ അവനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ 100% ഉറപ്പിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ചാൻസ് ഉണ്ട് എന്തിന് ഇങ്ങനെയുള്ള കെണിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ യുവാക്കളും ഇതിൻ്റെ അഡിക്റ്റുമാണ്. അതുപോലെ തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കോളേജിലൊക്കെ വരുന്ന എല്ലാവരും പഠിക്കാൻ വരുന്ന ആളുകളൊന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഇവിടെ അടുത്ത് കോളേജിൽ പഠിക്കുന്ന സുഹൃത്താനോട് ചോദിച്ചപ്പോൾ വയനാട് അവിടെ പറഞ്ഞു ഒരു വിദ്യാർത്ഥി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഹോസ്റ്റലല്ല പുറത്ത് വീടെടുത്തിട്ടാണ് അവന് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവന് കോളേജിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ ആളുകൾ ഉണ്ടാവും നമ്മളെ ഇടയിൽ, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ അനിയന്മാർ ഏട്ടന്മാർ ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അത് പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാൻ പറ്റും നമ്മളെ ചുറ്റുപാട് തന്നെ കുറേ ആളുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടേ ഒരു കിളി പോയ അവസ്ഥ എന്ന് പറയില്ല, അങ്ങനെയുള്ള കുറേ ആളുകൾ നമുക്ക് ചുറ്റുപാടിൽ കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനുണ്ട്. എനിക്കിങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ അവരൊക്കെ പിന്തിരിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ നാട്ടിലിങ്ങനെ നമ്മളെ ആളുകൾ അറിയുന്നവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരിതുപോലെ അവരുടെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുടെ പാരൻസിനോട് പറഞ്ഞപ്പോൾ അവരത് ചെയ്യൂല, എൻ്റെ മക്കളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര വേവലാതി എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് എന്തില്ല ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമില്ല. നമുക്കും അങ്ങനെ തന്നെ ആവും നമ്മോട് അങ്ങനെ പറയുമ്പോൾ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സംഘടന അല്ലെങ്കിൽ കുറച്ച് യുവാക്കൾ കൂടിയിട്ട് ഇങ്ങനെ സെയിലും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം ഇതിന് പിന്തിരിപ്പിക്കുക എന്നുള്ള. ഇങ്ങനെ ഒരു 10 കൊല്ലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ MDM കഞ്ചാവും ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്ത്രീകൾ വരെ അല്ലെങ്കിൽ ഗേൾസ് വരെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പല കേസുകളിലും MDM കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുമ്പോൾ സ്ത്രീകളെ കൂടി കാണുന്ന ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ മിക്കവാറും എന്താവില്ല, നമ്മളെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് മറ്റുള്ളവരുടെ ബ്ലഡ് കിട്ടണം. പക്ഷേ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 48 മണിക്കൂറായിട്ട് അവരുടെ ശരീരത്തിൽ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 90-95% ആളുകളും ഇതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ എന്താവില്ല, നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അടുത്ത തലമുറനെ വളർത്തിയെടുക്കാൻ നമ്മൾ ഇപ്പോൾ ഉള്ള യുവാക്കൾ എന്തായാലും മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മളെ യുവാക്കൾ ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ് ഇങ്ങനത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ യുവാക്കളും ക്ലബ്ബും പരമായിട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഈ കാര്യം നിങ്ങൾക്കൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മളെ അനിയന്മാരെയും നമ്മളെ മക്കളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ പറയാനുള്ളത്.